സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കാനുള്ള ഷാലോൺ ടിവിയുടെ ഒരു സംരംഭമാണ് സി കാറ്റ്. സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം തീർച്ചയായും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് പുതിയൊരു വിഷയവുമായി നാം ക്ലാസ് ആരംഭിക്കുകയാണ്. സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിൽ നമ്മുടെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് നമുക്കേവർക്കും സുപരിചിതനായ CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പുതിയ എപ്പിസോഡിൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് വെള്ളരിക്കുണ്ട് ഫൊറാന സൺഡേ സ്കൂളിലെ മതാധ്യാപകരാണ്. നിങ്ങൾ ഓരോരുത്തരെയും വളരെ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈശോ മനുഷ്യപുത്രനായി അവതരിച്ചു എന്നുള്ളതാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ജോസഫ് അച്ഛനെ ക്ഷണിക്കുന്നു. ഇനി ആരാണ് ചോദിക്കുന്നത്? അടുത്തത് നമ്മുടെ ടെസ്റ്റ് ടീച്ചറാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ടെസ്റ്റ് ടീച്ചർ ചോദിക്കൂ. അച്ഛാ, കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, രക്ഷ പ്രാപിക്കുവാൻ ക്രിസ്തു മനുഷ്യപുത്രനാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന്. സത്യത്തിൽ ഈ വിശ്വാസം മാത്രം മതിയോ രക്ഷ പ്രാപിക്കുവാൻ? ഇതിനെക്കുറിച്ച് വിശദീകരിക്കാമോ? വിശ്വസിച്ചാൽ മാത്രം മതി എന്നുള്ളത് മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ടീച്ചറിൻ്റെ നിരീക്ഷണം ശരിയാണ്. നാം ക്രിസ്ത്യാനിയാണ് എന്ന് കരുതപ്പെടാനും രക്ഷ പ്രാപിക്കാനും യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയണം. വേറൊരു വചനമാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ രീതിയിലൊരു വചനമുണ്ട്. റോമാലേഖനം 10-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന സത്യം അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യും. അത് രക്ഷയ്ക്കുള്ള വഴിയായിട്ട് റോമാലേഖനത്തിൽ പറയുന്ന ആ വചനഭാഗമാണ് മതബോധന ഗ്രന്ഥം അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. എന്നാൽ ഇത് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ മതി. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈശോ സത്യമായും ദൈവപുത്രനാണ് എന്നും അവൻ എനിക്ക് വേണ്ടി പാടുപീഡ സഹിച്ച് മരിച്ച് ഉയർത്തവനാണ് എന്ന ബോധ്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു തിന്മയ്ക്കും പോവുകയില്ല. മനസ്സിലാവുന്നു? അതായത് ഈ നന്മ നിറഞ്ഞ ജീവിതവും വിശ്വാസവും രണ്ടും രണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. യേശു യഥാർത്ഥ ദൈവപുത്രനാണ്, എൻ്റെ രക്ഷകനാണ്, അവൻ എന്നെ രക്ഷിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ആ രക്ഷയുടെ പ്രവൃത്തികൾ ഉണ്ടാകും. ഇല്ലേ? ഞാൻ പിന്നെ തിന്മയായ വഴിയെ നടക്കുകയല്ല, ഞാൻ മറ്റുള്ളവന് ഉപദ്രവം ചെയ്യുകയല്ല. പള്ളിയിൽ പോകണമെന്നും ഈ രക്ഷാകര രഹസ്യങ്ങൾ അനുസ്മരിക്കണമെന്നും എന്നെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മതബോധന ഗ്രന്ഥം പറയുന്നത് ഈശോയിലൂടെ കൈവന്ന രക്ഷയെ വിശ്വസിക്കുക, അത് പ്രഘോഷിക്കുക. അപ്പോൾ രക്ഷയ്ക്ക് അത് മതിയെന്ന് പറഞ്ഞു. വിശ്വസിക്കുക, പ്രഘോഷിക്കുക. പ്രഘോഷിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ. പ്രഘോഷിക്കുന്നത് എങ്ങനെയാ? സഭാ ജീവിതത്തിലൂടെ, കൂദാശ ജീവിതത്തിലൂടെ, സഭയെ സ്നേഹിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് ലോകത്തിന് മുഴുവനും നന്മ ചെയ്യുമ്പോൾ നാം ആ വിശ്വാസം പ്രഘോഷിക്കുകയാണ്. അതുകൊണ്ട് സാർവത്രിക മതബോധന ഗ്രന്ഥം പറഞ്ഞത് ശരിയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ജോസാറാണ്. ജോസാർ ചോദിക്കും. അച്ചോ, ഈശോയിൽ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവമുണ്ട്. എന്നാൽ ഈശോയിൽ ഒരു വ്യക്തിത്വമേ ഉള്ളൂ. പ്രായോഗികമായിട്ട് ഇതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതുമല്ല, കുട്ടികൾക്ക് ഇതെങ്ങനെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? സാറ് വളരെ ബുദ്ധിമുട്ടിയാണ് ആ ചോദ്യം തന്നെ ചോദിക്കുന്നത്. എങ്ങനെ പിള്ളേരോട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതാണ് സാറ് വളരെ ബുദ്ധിമുട്ടി ചോദിച്ചത്. അതിനേക്കാളും ബുദ്ധിമുട്ടിയേ എനിക്ക് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റുള്ളൂ. കാരണം അത് വളരെ സങ്കീർണമായൊരു ദൈവിക രഹസ്യമാണ്. അതായത്
ഈശോ മിശിഹായിൽ ദൈവ സ്വഭാവമുണ്ട്, മനുഷ്യ സ്വഭാവമുണ്ട്. അതേസമയം ഈശോയിൽ ഒരു വ്യക്തിത്വമേ ഉള്ളൂ. ആ വ്യക്തിത്വം ഏത് വ്യക്തിത്വമാണ്? ദൈവീക വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അതിന് ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ ഉദാഹരണങ്ങൾക്ക് എപ്പോഴും അതിൻ്റേതായ പരിമിതിയുണ്ട്, അല്ലേ? ദൈവ സ്വഭാവം, നല്ല ഒരു വറുത്ത മീൻ കണ്ടാൽ ദൈവത്തിന് വല്ല വികാരം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? ഇല്ല. മനുഷ്യനോ? നല്ല വികാരം ഉണ്ടാകും, അല്ലേ? നല്ലൊരു നെയ്മീൻ പൊരിച്ചിരിക്കുന്നു, അല്ലെ ഒരു കരിമീൻ പൊരിച്ചിരിക്കുന്നു, കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നും, ഇല്ലേ? അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഭക്ഷണം താല്പര്യം തോന്നും. അതേതാണ്? മനുഷ്യ സ്വഭാവം. ദൈവ സ്വഭാവത്തിന് അങ്ങനെയൊന്നുമില്ല. ദൈവത്തിന് കരിമീനും കരിയും ഒക്കെ ഒരുപോലെ ആയിരിക്കും. കാരണം ദൈവം തൻ്റെ ചിന്താഗതികളിലോ കാഴ്ചപ്പാടുകളിലോ മാറ്റം വരുത്തുന്നത്. മനുഷ്യ സ്വഭാവത്തിൽ അതേസമയം മാറ്റമുണ്ട്. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഈശോ മിശിഹായ്ക്ക് ഒരു കരിമീൻ കണ്ടാൽ അത് കഴിച്ചാൽ കൊള്ളാം എന്ന് തോന്നുമോ? ദൈവ സ്വഭാവം മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ തോന്നിയേല. അതേസമയം ഈശോയ്ക്ക് മനുഷ്യ സ്വഭാവമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യും? തോന്നും. എന്നാൽ ഈശോ അത് കൈയോടെ എടുത്ത് തിന്നുമോ? കാരണം എന്താണ്? ഈശോയുടെ ദൈവ സ്വഭാവത്തിൻ്റെ കീഴിലാണ് മനുഷ്യ സ്വഭാവം. ഈശോയിലെ ദൈവീക വ്യക്തിത്വത്തിന് കീഴിൽ വേർതിരിക്കാനാവാത്ത വിധത്തിലാണ് മനുഷ്യ സ്വഭാവം ആയിരിക്കുക. അതുകൊണ്ടാണ് ഈശോയ്ക്ക് മനുഷ്യ സ്വഭാവം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടാകുന്നത്, ഇല്ലേ? പിശാച്, ഈശോയ്ക്ക് വിശപ്പ്, ദൈവത്തിന് വിശപ്പുണ്ടോ? ഇല്ല. വിശപ്പില്ലാത്ത ദൈവത്തെ പിശാചിന് പ്രലോഭിപ്പിക്കാൻ പറ്റുമോ? കല്ലിൻ്റെ അപ്പം കാണിച്ചുകൊണ്ട്? ഇല്ല. പിശാച് പ്രലോഭിപ്പിക്കുന്നത് എന്താ? ഈശോ മനുഷ്യനാണ്, വിശപ്പ് മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് വരുന്നത്, ഇല്ലേ? ആ മനുഷ്യ സ്വഭാവത്തെയാണ് പിശാച് പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷേ ഈശോ പ്രലോഭിതനായോ? ഇല്ല. ഈശോയ്ക്ക് മനുഷ്യ സ്വഭാവമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാനുഷികമായ എല്ലാ വികാരങ്ങളും ഈശോയ്ക്കുണ്ടായിരുന്നു. ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നതാണ്, പാപമൊഴികെ മറ്റെല്ലാ കാര്യത്തിലും അവിടുന്ന് നമ്മെപ്പോലെ ആയിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ്. എന്തുകൊണ്ട് ഈശോ പാപം ചെയ്തില്ല എന്നതിൻ്റെ ഉത്തരവാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശോ ദൈവീക വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ഇതാണ് നമ്മൾ പറയാൻ ശ്രമിച്ച ഈ ഉദാഹരണങ്ങൾക്കൊക്കെ അതിൻ്റേതായ പരിമിതിയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മീൻ വറുത്ത് തിന്നുന്നവന് ദൈവ സ്വഭാവം ഇല്ല എന്നും മീൻ വറുത്ത് തിന്നുന്നവർക്ക് മനുഷ്യ സ്വഭാവം ഉള്ളത് എന്നൊക്കെ പറയുന്നതിൻ്റെ പരിമിതി നിങ്ങൾ ഊഹിക്കണം. പക്ഷേ അത് മനസ്സിലാക്കാൻ ഒരു ലളിതമായ ഉദാഹരണം, സാറ് പ്രായോഗികമായൊരു ഉദാഹരണം ചോദിച്ചുകൊണ്ട് പ്രായോഗികമായ ഒരു മീൻ വറുത്ത കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് വളരെ ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. ഓക്കെ, താങ്ക് യു. ഇനി ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ജോബോയ് സാറാണ് ചോദിക്കുന്നത്. അച്ഛാ, യേശുവിൻ്റെ കൂടെ 12-ാം വയസ്സ് വരെ യൗസേപ്പ് പിതാവിനെ കാണുന്നുണ്ട്. എന്നാൽ അതിനുശേഷം തിരുശീല ഇട്ട് അപ്രത്യക്ഷമാവുകയാണ്. യഥാർത്ഥത്തിൽ യൗസേപ്പ് പിതാവിന് രക്ഷാകര കർമ്മത്തിലുള്ള സ്ഥാനമെന്ത്? എന്തായിരിക്കും സ്ഥാനം? ജോബോയ് സാറ് ചോദിച്ചത്. ആ പേര് തന്നെ വളരെ ജോബോയ് അല്ലേ? എവിടെ നിന്നാണ് ഈ പേര് കിട്ടിയത്? അമ്മച്ചിയുടെ ടീച്ചറിൻ്റെ ഒരു മകൻ്റെ പേരാണെന്ന് 1-ാം ക്ലാസ്സിൽ അത് മാറ്റാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ആ പേര് തന്നെ മതിയെന്ന് പറഞ്ഞു. അതൊരിക്കലും മാറ്റരുത്. ഒരുപക്ഷെ ആ ടീച്ചറിന്റെ മകനും സാറിനും മാത്രമേ ലോകത്ത് ആ പേര് കാണാൻ പറ്റൂ. യെസ്, ജോ ബോയ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആൺകുട്ടി എന്ന് വേണമെങ്കിൽ അതിൻ്റെ അർത്ഥം പറയാം. ജോ യോ എന്നൊക്കെ പറഞ്ഞാൽ യാഹ്വേയെ സൂചിപ്പിക്കുന്നതാണ് ഹീബ്രുവിൽ. ബോയ് എന്ന് ഇംഗ്ലീഷിൽ തന്നെ എടുത്താൽ ദൈവത്തിൻ്റെ ആൺകുട്ടി. നല്ല പേരാ, മാറ്റേണ്ട കാര്യമില്ല. താങ്ക് യു. ഓക്കെ, സാറിൻ്റെ അങ്ങനെയൊക്കെ പറയാൻ എളുപ്പമാണ്. ഈ സാറിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാനാണ് ഭയങ്കര അല്ലേ? അതായത് യൗസേപ്പ് പിതാവിന് എവിടെ പോയി എന്ന് ചോദിച്ചാൽ, മാതാവിനോട് ചോദിച്ചാലേ കൃത്യ ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ സഭാ പാരമ്പര്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ,
ഈശോ മിശിഹായിക്ക് 15 വയസ്സായിരിക്കവേ യൗസേപ്പ് പിതാവ് മരിച്ചു. യൗസേപ്പ് പിതാവ് ഈ ലോകം വിട്ടുപോയി. അതായത് പാരമ്പര്യം പറയുന്നത് യൗസേപ്പ് പിതാവിനും മരണസമയത്ത് 33 വയസ്സായിരുന്നു. അത്രേ ഈ യൗസേപ്പ് പിതാവ് ജീവിച്ചുള്ളൂ. യൗസേപ്പ് പിതാവ് പടുവൃദ്ധനായിരുന്നു എന്നൊക്കെയുള്ള ചില പാരമ്പര്യങ്ങളുണ്ട്. യേശുപിതാവിനെ ചിത്രങ്ങളിൽ കാണുമ്പോൾ വടി കുത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു അപ്പാപ്പനായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ യൗസേപ്പ് പിതാവിൻ്റെ കയ്യിലുള്ള വടി കുത്തിപ്പിടിക്കാനുള്ള വടിയല്ല. അതെന്താണ്? അതൊരു പാരമ്പര്യമാണ്. അത് പരിശുദ്ധ അമ്മയ്ക്ക് പറ്റിയ വരനെ തിരഞ്ഞെടുക്കാൻ പ്രധാന പുരോഹിതൻ, മറിയം ദേവാലയത്തിൽ വളർന്ന കന്യകയാണ്, ആ പ്രധാനാചാര്യൻ പറ്റിയ വരനെ കണ്ടുപിടിക്കാൻ ഒരു പരീക്ഷണം നടത്തി. സ്വയംവര പരീക്ഷണം പോലെ. മറിയം അത്രമേൽ കൃപയുള്ള ദൈവസാന്നിധ്യമുള്ള കുഞ്ഞാണ് എന്നറിയാവുന്നതുകൊണ്ട് പ്രധാനാചാര്യൻ പറഞ്ഞു, ഇവളെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്താൽ പോരെ, ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനെ കണ്ടുപിടിച്ചു കൊടുക്കണം. ആ നാട്ടിലെ ചെറുപ്പക്കാരെ എല്ലാം വിളിച്ച് മറിയത്തിന് പറ്റിയ ചെറുക്കൻ ആര് എന്ന് ഒരു തെളിവ് കാണിക്കണേ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും കയ്യിൽ ഒരു വടി കൊടുത്തു. യൗസേപ്പ് പിതാവിൻ്റെ കയ്യിൽ ആ വടി പുഷ്പിച്ച് ലില്ലിപ്പൂക്കളായി മാറി. ലില്ലിപ്പൂവ് വിശുദ്ധിയെ, ബ്രഹ്മചര്യത്തെ സൂചിപ്പിക്കുന്ന പ്രതീകം കൂടിയാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് യൗസേപ്പ് പിതാവിൻ്റെ കയ്യിൽ ഈ വടിയുള്ളത്. യൗസേപ്പ് പിതാവിനെ വടികുത്തി അപ്പൂപ്പനാക്കുന്നത് അന്യായമാണ്. കല്യാണം കഴിക്കുമ്പോൾ യൗസേപ്പ് പിതാവിന് പ്രായം 18 വയസ്സാകുന്നതേ ഉള്ളൂ. ആ പ്രായത്തിലുള്ള യൗസേപ്പ് പിതാവിനെയാണ് നമ്മളിങ്ങനെ വടികുത്തിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ മാതാവ് നിത്യകന്യകയാണെന്ന് സ്ഥാപിക്കാൻ ഏറ്റവും എളുപ്പ വഴി ഏതാണ്? ഇച്ചായന് ഒരു 120 വയസ്സായി കിടപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, ഇല്ലേ? അത് നമ്മുടെ മനോഭാവം വെച്ച് യൗസേപ്പിനെ അളക്കുന്നതുകൊണ്ടാണ്. യൗസേപ്പ് പിതാവ് സുന്ദരിയായ തൻ്റെ ഭാര്യയോടൊത്ത് ഒരേ വീട്ടിൽ, ഒരേ മുറിയിൽ, ഒരേ കട്ടിലേൽ ഒരായുസ് മുഴുവൻ കഴിഞ്ഞപ്പോഴും ആ യൗസേപ്പിൻ്റെ ബ്രഹ്മചര്യം കൂടുതൽ ഉജ്ജ്വലിച്ചതേ ഉള്ളൂ, കൂടുതൽ അതിന് ശോഭയുണ്ടായതേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിശുദ്ധിയുടെ മാതൃകയാണ് യൗസേപ്പ് പിതാവ്. അതുകൊണ്ട് യൗസേപ്പിനെ ചുമ്മാ അപ്പാപ്പനാക്കുന്ന ആ രീതി ശരിയല്ല. അതുകൊണ്ട് സഭാ പാരമ്പര്യം പറയുന്ന ഈശോയ്ക്ക് 15 വയസ്സായിരിക്കവേ യൗസേപ്പ് പിതാവ് മരിച്ചു. ഈശോ എന്തെല്ലാം അനുഭവിക്കുന്നോ അതെല്ലാം യൗസേപ്പ് പിതാവും ജീവിതം കൊണ്ട് അനുഭവിച്ച വ്യക്തിയാണ്. യൗസേപ്പ് പിതാവും ഈശോയെപ്പോലെ ആ പ്രായത്തിൽ മരിച്ചു എന്നൊക്കെയുള്ള പാരമ്പര്യത്തിന് വലിയ അർത്ഥവ്യാപ്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക. രക്ഷാചരിത്രത്തിൽ യൗസേപ്പ് പിതാവിനുള്ള സ്ഥാനം എന്ത് എന്ന് ചോദിച്ചാൽ ഈശോ മിശിഹായുടെയും പരിശുദ്ധ അമ്മയുടെയും ഈ ഭൂമിയിലെ സംരക്ഷകരാവുക. ലോകത്തിൻ്റെ മുഴുവനും രക്ഷകനാകേണ്ടവനെ സംരക്ഷിക്കാനുള്ള വിളി എന്ന് പറഞ്ഞാൽ ജോബോയ് സാറേ, അതൊരു ചെറിയ വിളിയാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെയും ദൈവം യൗസേപ്പ് പിതാവിനെ വിശ്വസിച്ച് അത്രയും വിശ്വസിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അമലോത്ഭവയായ പരിശുദ്ധ അമ്മയെയും ദൈവം തന്നെയായ പ്രിയപുത്രനെയും ഏൽപ്പിക്കാൻ തക്ക മഹത്വം ദൈവം ഈ ഭൂമിയിൽ കണ്ടത് ആരിലാണ്? യെസ്, യൗസേപ്പ് പിതാവിന് രക്ഷാചരിത്രത്തിലുള്ള സ്ഥാനം അത്ഭുതാവഹം. വീണ്ടും ആരാണ് മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്? ആനിമ ടീച്ചറാണ്. ആനിമ ടീച്ചർ ചോദിക്കും. അച്ഛാ, ഭൂമിയിൽ അവതരിച്ച ഈശോ പരിപൂർണ മനുഷ്യനും ദൈവവുമായിട്ടായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ സ്വർഗസ്ഥനായ ഈശോ പരിപൂർണ മനുഷ്യനായിരുന്നോ? വിശദമാക്കാവോ? യെസ്, അത് ദൈവശാസ്ത്രത്തിലെ മറ്റൊരു സങ്കീർണ വിഷയമാണ്. ഇവരെല്ലാവരും ചോദിക്കുന്നത് മനുഷ്യന് ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ. അതായത് മനുഷ്യാവതാരം ചെയ്ത ഈശോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ഉത്ഥാനം ചെയ്ത ഈശോയുടെ അവസ്ഥ എന്ത്? ഏതാണെങ്കിലും ഉത്ഥാനത്തിന് മുമ്പ് യേശുവിൻ്റെ ദൈവപുത്രത്വത്തിൽ എന്തില്ല? മനുഷ്യത്വം ഇല്ലായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഉത്ഥാനം ചെയ്തു കഴിഞ്ഞ ഈശോയിൽ ഈ പഴയ അവസ്ഥയിൽ ഈശോ ചെന്ന് നിന്നതല്ലേ ഉള്ളൂ. അല്ലാതെ ഈശോയിൽ ഒരിക്കലും മനുഷ്യത്വം ഉത്ഥാനം ചെയ്ത്
മഹത്വത്തിൽ പ്രവേശിച്ച ഈശോയിൽ മനുഷ്യത്വം ഇല്ലായിരുന്നു, ദൈവത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പല സഭാപിതാക്കന്മാരുടെയും പ്രബോധനങ്ങൾ. എന്നാൽ കുറേ സഭാപിതാക്കന്മാരെങ്കിലും വ്യത്യസ്തമായി ചിന്തിക്കുന്നു. അതായത് മനുഷ്യകുലത്തിൻ്റെ സൃഷ്ടി ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സംഭവിച്ചതാണ്. അതായത് അനാദിയിലെ ദൈവത്വത്തിൽ മനുഷ്യത്വത്തിൻ്റെ ചില സൂചനകളുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് ദൈവത്വത്തിൽ നിന്ന് ഒരുപാട് അകലെയുള്ളൊരു സംഗതി അല്ല. കാരണം എന്താ? ദൈവം തൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചപ്പോൾ ആരുണ്ടായി? മനുഷ്യനുണ്ടായി. അതായത് ഈ മനുഷ്യത്വത്തിൽ ദൈവീകതയുടെ സ്പർശമുണ്ട്, ദൈവീകതയുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. പാപം ചെയ്തപ്പോൾ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആദാമിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം വിഭാവനം ചെയ്ത പാപരഹിതമായ മാനുഷികത ഉത്ഥിതനായ ഈശോയുടെ ദൈവാസ്തിത്വത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഈശോ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റു എന്നാണ് നാം വിശ്വസിക്കുക, അല്ലേ? ശരീരത്തോടെ ഉയർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈശോയിൽ മനുഷ്യത്വം ഉണ്ട് എന്നാണ്. ഉത്ഥിതനായ ഈശോയ്ക്ക് തിരുമുറിവുകൾ കാണിക്കുന്നു, തോമാസിയായ തിരുമുറിവ് കാണിക്കുന്നു. അപ്പോൾ ഈശോയ്ക്ക് ശരീരമുണ്ട്. അതുപോലെ തന്നെ ഈശോ വറുത്ത മീൻ തിന്നുന്നുണ്ട് ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച്, അല്ലേ? അതിൻ്റെ അർത്ഥം ശരീരമുണ്ടെന്നല്ല, അല്ലേ? അതുകൊണ്ട് ഈശോയുടെ ഉത്ഥിതാവസ്ഥയിൽ അവിടുത്തെ മനുഷ്യത്വം അന്യമായിരുന്നില്ല എന്നാണ് സഭയുടെ പ്രബോധനം. ആ രീതിയിൽ അത് മനസ്സിലാക്കി. ഇനി ആരാണ് ചോദിക്കുന്നത്? ഷാൻഡി ടീച്ചറാണ് ചോദിക്കുന്നത്. ടീച്ചർ ചോദിക്കൂ. അച്ഛാ, ഈശോയ്ക്ക് എല്ലാവരുമായി ഹൃദ്യമായ ബന്ധമുണ്ടായിരുന്നതായി ബൈബിളിൽ നമുക്ക് കാണുന്നുണ്ടല്ലോ. സ്ത്രീകളുമായും ഈശോയുമായും നല്ല ബന്ധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിലും സഭയിലും സ്ത്രീകൾക്ക് പരിഗണനയോ അംഗീകാരമോ ലഭിക്കുന്നില്ല. ഇത് ഏതെങ്കിലും വിധത്തിൽ ഒന്ന് വിശദീകരിക്കാമോ? ഷാൻഡി ടീച്ചറുടെ ചോദ്യം എല്ലാ സ്ത്രീകളും ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യം തന്നെയാണ്, അല്ലേ? അതായത് ഈ ഈശോ ഇടപെട്ടതുപോലെ സ്ത്രീകളോടും പുരുഷന്മാരോടും ഇടപെടുക, അങ്ങനെയുള്ള മനോഭാവങ്ങൾ രൂപപ്പെടുത്തുക, അല്ലേ? ഈശോ എപ്പോഴും ഒരു സ്ത്രീപക്ഷപാതിയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. സ്ത്രീയെ ആരെങ്കിലും ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ച് ഈശോ അന്നേരം ദേഷ്യപ്പെടും, അല്ലേ? അതായത് എല്ലാവരും കൂടി ഒരു പാവം പെണ്ണിനെ പിടിച്ച് കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവന്നു. ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു, അല്ലേ? ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? വ്യഭിചാരം ചെയ്ത പെണ്ണാണ് ഇവളെങ്കിൽ വ്യഭിചാരം ചെയ്തവൻ എവിടെ പോയടാന്ന് ചോദിച്ചു, അല്ലേ? പെണ്ണ് തന്നെ ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ വ്യഭിചാരം. വ്യഭിചാരത്തിൻ്റെ ഉത്തരവാദിയായവന്മാരിതാ ഇപ്പം ആ പെണ്ണിനെ പിടിച്ച് കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവരുന്നു. തോന്നിവാസമാണ്, തിരുത്തണം. ഈശോയോട് പറഞ്ഞു, മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോയിക്കൊള്ളൂ, ഇനിമേൽ പാപം ചെയ്യരുത്. ഒരു മനുഷ്യ വ്യക്തിയുടെ മഹത്വം അതിൻ്റെ സർവ്വ സങ്കടങ്ങളിലും തിരിച്ചറിയാനും അവരെ ഉയർത്താൻ സ്നേഹിക്കാൻ ഈശോയ്ക്കുള്ള കഴിവ് അപാരമാണ്. ഈശോയുടെ ഈ കഴിവ് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കലാകാരന്മാർ ചില ഞരമ്പ് രോഗികളെ പോലെ ഈശോയിൽ പോലും പരദൂഷണം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഈശോയ്ക്ക് മഗ്ദലന മറിയുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നെന്നും ഈശോ സ്ത്രീകളുമായിട്ട് വളരെ അഴിഞ്ഞാടിയ മനുഷ്യനാണെന്ന് ഓഷോ രജനീഷിൻ്റെ രചനകളിലടക്കം എഴുതി വച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇതൊന്നും അല്ല സത്യം. കാരണം മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ഈശോയുടെ സ്ത്രീ പുരുഷ ബന്ധത്തിലെ ദിവ്യമായ തലങ്ങൾ. അതൊരു ദൈവ സ്വഭാവമാണ്. ഒരു വ്യക്തിയുടെ ദൈവീകത ഏറ്റവും പൂർണ്ണമാകുന്നത് എവിടെ എന്ന് ഈശോ വെളിപ്പെടുത്തുന്ന